കടൽ കയറ്റം മൂലം ദുരിതമനുഭവിക്കുന്ന തീരദേശവാസികൾ ഇന്ന് ചെല്ലാനം തീരദേശ ഹൈവേ ഉപരോധിക്കുകയാണ്. ഇവർ ഇന്ന് രാവിലെ 6 മണി മുതൽ ഈ പ്രദേശത്ത് വന്ന് കൂട്ടമായി എത്തി ഇവിടെ ഉപരോധ സമരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ സമരം നടക്കുന്ന വേദിയിൽ കപ്പ പുഴുങ്ങിക്കൊണ്ടും അതുപോലെ തന്നെ തീരദേശ പാതയിൽ ഇവർ ഓരോരുത്തരും കിടന്നുകൊണ്ടുമാണ് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ശക്തമായ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. പക്ഷേ യാതൊരു കാരണവശാലും ഈ പ്രദേശത്ത് നിന്ന് മാറിപ്പോകില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. തങ്ങളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണുവാനായിട്ടുള്ള ശക്തമായ നിലപാടുകൾ അധികാരികൾ എടുക്കുന്നത് വരെ തന്നെ സമരരംഗത്ത് തുടരുമെന്നും ഇവർ പറയുന്നു. ഒക്ടോബർ 28 തുടങ്ങിയ സമരമാണ്. ഇന്ന് 1713 ദിവസമായി. ഞങ്ങൾ അന്നും ഇന്നും ഒറ്റ മുദ്രാവാക്യമാണ് ഉയർത്തുന്നത്. ഫോർട്ട് കൊച്ചി മുതൽ ചെല്ലാനം വരെ കടലാക്രമണത്തിന് പരിഹാരം കാണുക, കുടിയൊഴിപ്പിക്കലും പുനരധിവാസവും വേണ്ട, തീരസുരക്ഷയാണ് വേണ്ടത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുന്ന ഞങ്ങൾ ഈ തീരക്കടലിൽ ആഴം കുറയ്ക്കുകയാണ് ഇവിടുത്തെ കടലാക്രമണം പരിഹരിക്കാനുള്ള ഏക മാർഗം. അത് ചെയ്യാതെ ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ പുത്തൻതോട് മുതൽ വടക്കോട്ട് സൗദി ബീച്ച് റോഡ് വരെയുള്ള കടലാക്രമണത്തിന് പ്രധാന കാരണം ചെല്ലാനത്തിട്ട പുലിമുട്ട 6 പുലിമുട്ട് ചെല്ലാനം വേളാങ്കണ്ണി ബസാർ പ്രദേശത്തിട്ട് അവിടെ നിന്ന് വരുന്ന മണ്ണൊഴുക്ക് അവിടെ തടഞ്ഞ് ഇവിടെ മണ്ണ് വരുന്നില്ല, ഉള്ള മണ്ണ് ഒഴുകി പോകുന്ന അവസ്ഥയാണ്. മണ്ണൊഴുകി പോകുമ്പോൾ സ്വാഭാവികമായും ആഴം കൂടും. ആഴം കൂടുമ്പോൾ തിരമാലയുടെ ഉയരം കൂടും, കടലാക്രമണം ഉണ്ടാകും. ഇപ്പോൾ ഈ 2022, 23, 24 ഇതുവരെ വലിയ ന്യൂനമർദ്ദവും വലിയ കാറ്റും വലിയ ഇതും ഉണ്ടായിട്ടില്ല. എന്നിട്ടാണ് ഇവിടെ ഇങ്ങനെ കടൽ കയറുന്നത്. കാരണം അത്രയും ആഴമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ആഴം കുറക്കാനായിട്ട് വളരെ ലളിതമായ മാർഗമുണ്ട്. കൊച്ചി അഴിമുഖത്ത് ട്രഡ്ജ് ചെയ്ത് എടുക്കുന്ന എക്കല് പുറംകടലിൽ 20 കിലോമീറ്റർ പടിഞ്ഞാറ് കൊണ്ടേ കളയാതെ ഈ നമ്മുടെ തീരക്കടലിൽ അടിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ആഴം പെട്ടെന്ന് കുറയും, കടലാക്രമണം കുറയും. ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിന് 10-20 കോടി രൂപ മതി, അല്ലാതെ വലിയ ചിലവ് വേണ്ട. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്നത് പോലെ കരിങ്കൽ ഭിത്തിയ ടെട്രാപ്പോള സർക്കാർ ഇട്ടോട്ടെ. ഇപ്പോൾ സർക്കാർ ഈ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞത് എല്ലാം പാസ്സായി കിടക്കുകയാണ്, ഉടനെ പണി തുടങ്ങുമെന്നാണ്. പക്ഷേ കോടതി കൊടുത്തിരിക്കുന്ന ഇത് പണി നടക്കില്ല എന്ന് തന്നെയാണ്. അതായത് സർക്കാരിൻ്റെ ഈ കാശില്ല, കിഫ്ബിക്ക് കടമെടുക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് സർക്കാരിൻ്റെ ഈ കാശില്ല. കാശ് വരുന്ന മുറക്ക്, സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന മുറക്ക് മുൻഗണനാടിസ്ഥാനത്തിൽ ചെയ്യാമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ആ അവസ്ഥയിൽ നമുക്കിവിടെ ഈ രീതിയിൽ പോകാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് സമരം ശക്തമാക്കുന്നത്. ഇവിടെ ഈ തീരം സംരക്ഷിക്കുക എന്നുള്ളത് ഉത്തരവാദിത്യം, ജനത്തെ സംരക്ഷിക്കുക, അതാണ് ഇവിടുത്തെ ലക്ഷ്യം. അതിന് ഈ 1700-700 ദിവസം ബുദ്ധിമുട്ടുന്ന ഈ ജനതയെ ബുദ്ധിമുട്ടിക്കാതെ ഇതിന് പരിഹാരം ചെയ്യുക, അത് മാത്രമാണ് ഇവിടെ ആവശ്യം. ഈ പ്രാവശ്യവും ജനം വീട്ടിൽ കിടന്നുറങ്ങാൻ സാധിക്കാതെ അവര് ഇന്നും ബുദ്ധിമുട്ടിലാണ്. ഒരുമാതിരി ഒന്ന് കടല് ഇളകിയ മഴ പെയ്താൽ ഇവിടെ റോഡിൽ കൂടെ പോകാൻ വയ്യാത്ത സാഹചര്യമാണ്. പിന്നെ എങ്ങനെ ജീവിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതുകൊണ്ട് ദയവായിട്ട് എല്ലാവരും സഹകരിക്കുക. ഈ ടെട്രാപോഡ് കടൽഭിത്തിയല്ല ഞങ്ങൾക്ക് ആവശ്യം. ആദ്യമേ തന്നെ പുലിമുട്ടിട്ട് സർക്കാർ ഇത് സംരക്ഷിക്കണം. കടൽഭിത്തി അതിന് ശേഷം വരാനുള്ളതാണ്. പുലിമുട്ടിട്ട് കഴിഞ്ഞാൽ തന്നെ കടൽ പടിഞ്ഞോട്ട് പോകും. അപ്പം നമുക്ക് അതിലൊരു പരിഹാരമാണ്, അത് നല്ല ശാശ്വത പരിഹാരമാണ്. എന്നിട്ട് വേണം കടൽഭിത്തിയിട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ രാവിലെ ഒരു ജോലിയും ഇല്ലാതെ ആയിട്ടല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ കുടുംബത്തെ മക്കളെ നോക്കാതെ, ഭർത്താവിനെ നോക്കാതെ, ജോലിക്ക് പോകാനുള്ള ആളുകളെ ഒരു കാര്യം നോക്കാതെ നമ്മൾ 6 മണിക്ക് തെരുവിൽ ഇറങ്ങി റോഡിൽ കുത്തിയിരിക്കുകയാണ്. ഇലക്ഷൻ ടൈമിലൊക്കെ ഒത്തിരി വാഗ്ദാനങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അവർ ജയിച്ചു കഴിഞ്ഞാൽ ഈ അടുത്ത പ്രാവശ്യം തന്നെ ഞങ്ങളോട് MLA മാക്സ് ഇവിടെ വന്ന് പറഞ്ഞു, ഞാനൊന്ന് കയറിക്കോട്ടെ, ഇവിടെ ജയിക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞത്, ഞാനൊന്ന് കയറിക്കോട്ടെ, നിങ്ങൾ ഈ വർഷം കൂടി ദുരിതം അനുഭവിച്ചാൽ മതി, ഇത് പിന്നെ അനുഭവിക്കേണ്ടി വരില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ട് പോയ MLA ആണ് ഞങ്ങളുടെ MLA. എന്നിട്ട് ഇതുവരെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ മാത്രമല്ല, ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അവർ ഞങ്ങളോട് പെരുമാറണം. എത്രാമത്തെ പ്രാവശ്യം ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇന്നേ ദിവസം തന്നെ ഞങ്ങളിവിടെ സമരം ചെയ്ത് കടൽ കയറിയിട്ട് എല്ലാവരും വെള്ളത്തിൽ മറിയിലിരുന്ന സമയം. അന്ന് റോഡ് പണിയാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. എന്തിനാ റോഡ് പണിയാണ്? വികസനത്തിൻ്റെ കാര്യം പറഞ്ഞ് ഞങ്ങളൊക്കെ പറ്റിക്കണല്ലേ. ഈ റോഡ് പണിതാൽ 1 മീറ്റർ പൊക്കത്തിൽ റോഡ് പണിതാൽ ഈ റോഡിൻ്റെ സൈഡിൽ കിടക്കുന്ന എല്ലാവരും വെള്ളത്തിനടിയിലായിരിക്കും. ഒരു മഴ പെയ്താൽ മതി വെള്ളത്തിനടിയിലാണ്. പിന്നെ എന്തിനാണ് ഇത് പണിയാണ്? ഈ ഇവിടെയുള്ള ജനങ്ങളെ സംരക്ഷിക്കാണ്ട് റോഡ് പണിതിട്ട് എന്താ? ആർക്ക് വേണ്ടി? കേന്ദ്ര സർക്കാരിന് വേണ്ടി. കടലാക്രമണത്തിന് ഞങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചെയ്തു തന്നെ അതാണ്. കടലിന്റെ തീരത്തെ പറ്റരിയില്ല ഞങ്ങളുടെ പേര് എല്ലാം പൊളിഞ്ഞിരിക്കണ പാത്രമൊക്കെ കടലേറ്റത്തിന് വന്നിട്ട് ഞങ്ങൾ എല്ലാം ഒഴുകിയൊക്കെ പോയി
ഭയങ്കര ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. നമ്മളിവിടെ ഇത്രയും വെയിലത്ത് നിന്ന് ഇതുവരെയും ഈ കളക്ടറിന്റെ ഡെപ്യൂട്ടി കളക്ടറും പറഞ്ഞതല്ലാണ്ട് നമ്മൾ ഇത്രയും പേര് നമ്മളാണ് ഇവരൊക്കെ എല്ലാവരും ജയിപ്പിച്ചു വിട്ടത്. ഈ മുഖ്യമന്ത്രിയുടെ ആണെങ്കിലും ആരാണെങ്കിലും രാജീവിന്റെ ആണെങ്കിലും നമ്മളാണ് ഇവിടെ ജയിപ്പിച്ചു വിട്ടത്. എന്നിട്ട് നമ്മളിപ്പോ അവരോട് യാചിക്കേണ്ട അവസ്ഥയാണ്. അവരെ ഒട്ടും ചോദിച്ച് നമ്മുടെ വീടിന്റെ മുമ്പിൽ വരുമ്പോ നമ്മൾ അവരെ ആട്ടിവിടാണ്ട് നമ്മ ഒരിക്കൽ ഓട്ട് തരാമെന്ന് പറഞ്ഞ് അവരെ ജയിപ്പിച്ചിട്ട് നമ്മൾ ഈ വെയിലും ഈ ഉപ്പുവെള്ളവും കണ്ട് നമ്മുടെ ഈ സ്ഥലം വിട്ട് പോകണമെന്നാണ് എല്ലാരും പറയണത്. നമുക്ക് എന്തായാലും ഇതിനൊരു ശാശ്വത പരിഹാരം വേണം. ഇതിനെന്തായാലും പെട്രോൾ തന്നെ വരണം. ഇത്രയും നമ്മൾ നഷ്ടപ്പെട്ട് ഓരോ വീട്ടിലും നമ്മൾ എത്ര കഷ്ടപ്പെട്ടാ നമ്മുടെ വീടും എല്ലാം പണിതുണ്ടാക്കി വന്നത്. ഓരോരുത്തരും കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ വാഷിംഗ് മെഷീൻ ആണെങ്കിലും എല്ലാ സാധനവും ഫ്രിഡ്ജ് ആണെങ്കിലും വീട് പോലും നഷ്ടപ്പെട്ട് ഇടിഞ്ഞു പൊളിഞ്ഞു പോയ റെഞ്ഞാജി ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള എല്ലാവർക്കും ഓരോരോ വീടും എല്ലാം നഷ്ടപ്പെട്ടു. ഇതിനെല്ലാത്തിനും പരിഹാരം വേണം. നമുക്ക് പെട്രോൾ തന്നെ വേണം. ഇത് മുഖ്യമന്ത്രി ഇവിടെ വന്ന് കാര്യം പറയണം. നമ്മൾ ഈ വെയിലത്ത് കുഞ്ഞിപ്പിള്ളേര് അപ്പൊ നമുക്ക് ഇതിനെല്ലാത്തിനും ശാശ്വത പരിഹാരം വേണം. നമ്മൾ ഈ വെയിലത്തിരിക്കണം എന്താണ് അവരും കൂടി അറിയണം. ഈ ചൂട് എന്താണെന്നും ഈ ഉപ്പിന്റെ അവസ്ഥ എന്താണെന്നും എല്ലാം അറിയണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊന്നും തളരുന്നില്ല, പതറുന്നില്ല. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഭാഗികമായിട്ടല്ല, 7.5 കിലോമീറ്റർ മാത്രമാണ് ഇപ്പോൾ സർക്കാർ സംരക്ഷിക്കുവാനുള്ള ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. അത് 344.2 കോടി രൂപ അവർ പ്രഖ്യാപിച്ചത് ഇപ്പോൾ ഓൾറെഡി തീർന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ വേറെ ഫണ്ടൊന്നുമില്ല തീരുമാനിക്കാം. പക്ഷേ കണ്ണമാലി പുത്തൻതോട് മുതൽ ബീച്ച് റോഡുള്ള പ്രദേശങ്ങൾ ഇപ്പോഴും അസ്ഥിരാവസ്ഥയിലാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ജനങ്ങൾ പെരുവഴിയിലാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടി പ്രത്യേക ഫണ്ട് കണ്ടെത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ, ഇനി കാലങ്ങളിൽ കാത്തിരിക്കാൻ വേണ്ടി സമയമൊന്നുമില്ല, യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ തീരത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുവാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ സമരം ചെയ്തത്. ഇല്ല, അവർ നമ്മളെ പരിഗണനമായിട്ട് നമ്മളിവിടെയുള്ള സമീപനം വളരെ മോശമാണ്. അതുകൊണ്ട് നമ്മൾ സമരം നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ സമരം ഇതേപോലെ തന്നെ കഞ്ഞിവെച്ച് കടയിൽ കഞ്ഞിവെച്ച് രാത്രി പഠനമാണ് നമ്മൾ അതുപോലെ നിഷേധാത്മകമായിട്ടും അവഗണനാത്മകമായിട്ടും അവജ്ഞാപൂർവമായിട്ടുള്ള നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇതുവരെയും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇനി നമുക്ക് ഇത് സഹിച്ചുകൊണ്ട് ഇനി ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇവിടെ റോഡിലെത്തുന്നത്. ജനങ്ങൾ സഹകരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഒരു സമരം 1713 ദിവസം നിലനിൽക്കണമെങ്കിൽ അതിന് ജനങ്ങളുടെ അടിത്തറ ഇല്ലാതെ, ജനങ്ങളുടെ പിന്തുണയില്ലാതെ ഒരു സമരവും ഒരിടത്തും അങ്ങനെ നിലനിൽക്കില്ല. മാത്രമല്ല ജനങ്ങളുടെ സഹകരണം കൊണ്ടാണ് തെക്കുവശത്ത് ആ പെട്രോൾ പദ്ധതി ഒന്നും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾ പൂർണ്ണ പിന്തുണയിലാണ് സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതും അവർ തന്നെയാണ്. എല്ലാത്തെ ഈ സമരം തീർക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡെപ്യൂട്ടി കളക്ടറായ എന്നെ പറഞ്ഞു വിട്ടതാണ്. ജില്ലാ കളക്ടർ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഇറിഗേഷൻ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനോടും ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഇവിടെ ടെട്രാപോഡാണ് ഏറ്റവും ഈ ശാശ്വതമായ പരിഹാരം. അതിനുവേണ്ടി തന്നെയാണ് നമ്മുടെ പ്രപ്പോസലുകൾ ഗവൺമെൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവരുടെ ഒരു പുതിയ ഒരു ആവശ്യമായിട്ട് വന്നിരിക്കുന്നത് പോർ ടെസ്റ്റ് ഡ്രഡ്ജ് ചെയ്യുന്ന മെറ്റീരിയൽ അങ്ങനെ അത് നിക്ഷേപിച്ചാൽ ഇവരുടെ ഈ ഭാഗത്തുള്ള കടൽ ആക്രമണം കുറയും എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഈ 2 ദിവസത്തിനകം തന്നെ പോർ ടെസ്റ്റും ഈ സമരസമിതി ആളുകളെയും ഉത്തരവാദിത്തപ്പെട്ട ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെയും കൂട്ടി ഒരു മീറ്റിംഗ് വിളിച്ച് അത് ചെയ്യാൻ കഴിയുമോ, അത് ഗുണകരമാണോ, അതല്ലെങ്കിൽ അത് കൂടുതൽ നിലവിലുള്ള കടൽ കയറ്റത്തിൽ വെള്ളം മാത്രമേ കയറുന്നുള്ളൂ, ഇനി അതുകൊണ്ട് ഇട്ട് ചെളിയും കയറി വരുമോ എന്നുള്ളത് പേടിയുണ്ട്. എന്തായാലും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനും അതൊരു മീറ്റിംഗ് വിളിച്ച് ചർച്ച ചെയ്യാം എന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഇപ്പോൾ അറിയിച്ചു. അത് നമ്മൾ സമരസമിതി നേതാക്കളെ അറിയിച്ചു. അപ്പോൾ അവർ പറയുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ നേരിട്ട് ഇവിടെ വന്ന് അത് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ, നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഈ സമരം ഇപ്പോൾ അവസാനിപ്പിക്കാം, അത് മീറ്റിങ്ങിൽ പങ്കെടുക്കാം എന്നാണ് ഇപ്പോൾ ഈ സമരസമിതി ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത്. 1713 ദിവസമായി തുടങ്ങിയ സമരം ഇന്ന് ശക്തമായ രീതിയിലാണ് ചെല്ലാനം തൂപ്പുംപടി ഹൈവേ ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് വന്നത്. രാവിലെ 6 മണി മുതൽ ശക്തമായ രീതിയിലുള്ള സമരം ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും അധികാരികൾ ശരിയായ രീതിയിൽ ഈ സമരക്കാർ ആവശ്യപ്പെടുന്ന രീതിയിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സമരത്തിൽ പങ്കെടുക്കുന്നവരും നേതാക്കളും പറയുന്നത്. എന്നാൽ ഇവിടെയുള്ള ഒരു ഏറ്റവും വലിയ പ്രത്യേകത, ഈ വന്നിരിക്കുന്ന ജനം മുഴുവനും അവർ ഓരോരുത്തരും അവരുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട്
വേണ്ടിയിട്ട്, തങ്ങളുടെ ജീവനോപാധികൾ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, തങ്ങളുടെ കുടുംബം രക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, തങ്ങളുടെ വീടുകൾ രക്ഷിക്കുവാനും വീട്ടുപകരണങ്ങൾ രക്ഷിക്കുവാനും വേണ്ടിയിട്ടുള്ള ശക്തമായ സമരത്തിലാണ്. അവർ യാതൊരു കാരണവശാലും ഏറ്റവും ചുരുങ്ങിയത് കളക്ടറെങ്കിലും വന്ന് തങ്ങളുമായി ചർച്ച ചെയ്താൽ മാത്രമേ, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുവാൻ തയ്യാറായാൽ മാത്രമേ ഇതിൽ നിന്ന് പിന്മാറൂ എന്നാണ് അവർ പറയുന്നത്. ഇവരെ ശക്തമായ സമരത്തിന് ഈ നാട് മുഴുവൻ ഇന്ന് പിന്തുണ നൽകുന്ന ഒരു കാഴ്ചയാണ് ചെല്ലാനം തീരദേശ ഹൈവേയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കൊച്ചി ചെല്ലാനത്ത് നിന്നും ന്യൂസ് ടുഡേക്ക് വേണ്ടി റിഡ്ജൻ റിബല്ലോ.